ഇന്ന് നമുക്ക് കിട്ടിയത് ഒരു JBLൻ്റെ ഒരു സ്പീക്കറാണ്. ഇതിൻ്റെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നില്ല. അതിനകത്ത് ഈ കസ്റ്റമർ ഇത്രയും വിലയുള്ളൊരു സാധനം ഇത് വെറും നാശമാക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇതിൻ്റെ ഗ്രില്ലൊന്നും ഇല്ല. നമ്മുടെ കിട്ടുമ്പോൾ ഈ ഗ്രില്ലെല്ലാം കസ്റ്റമർ അഴിച്ചെടുത്ത് രീതിയിലാണ് നമുക്ക് കിട്ടിയത്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം, ഈ JBL പോലുള്ള വലിയ വലിയ സ്പീക്കർ, ഈ വില കൂടിയ സ്പീക്കറുകളിൽ ഇങ്ങനെ ഒരു ഇതിൻ്റെ അകത്ത് ഞാൻ അഴിച്ചു നോക്കിയപ്പോൾ ഇവിടെ പല സ്പീക്കറും അഴിച്ചപ്പോഴും ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതും അഴിച്ചപ്പം ഇതിനകത്ത് ഇതിൻ്റെ സ്പീക്കർ ഇത്ര ചെറിയ സ്പീക്കറാണെങ്കിലും നല്ല പവറുള്ള സ്പീക്കറാണ്. അപ്പോൾ ആ സ്പീക്കർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇത് ഈ മെറ്റൽ അതിനകത്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ബോക്സ് അവിടെ ഓടി നടക്കും. അതിൻ്റെ സ്പീക്കറും ഉണ്ട്, വൈബ്രേഷൻ കൊണ്ട് ഭയങ്കര സ്വരവും. നമ്മളിപ്പോൾ ഒരു ടേബിളിൽ വെക്കുകയാണെങ്കിൽ ആ ടേബിളിൻ്റെ മേളിൽ ഭയങ്കര സ്വരമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ മെറ്റൽ പീസ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അതുമല്ല, ഈ ബോക്സിന് ഈ മെറ്റൽ ഇല്ലെങ്കിൽ ഒരു വെയിറ്റ് തോന്നത്തുമില്ല. അത് ആണ് രണ്ടാമത്തെ കാര്യം. ഞാനത് വെളിയിൽ എടുത്ത് കാണിക്കാം. ഇതാണ് ആ ഒരു മെറ്റൽ പീസ്. ഇതതിൻ്റെ ഈ ബോക്സിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് മെയിനായിട്ടും. ഇത്രയും നല്ല ബാസ് വരുന്ന ഒരു സ്പീക്കർ വൈബ്രേഷൻ കൂടുതലായതുകൊണ്ട് അത് വൈബ്രേഷൻ ഒഴിവാക്കാനും കൂടെ വേണ്ടി മെയിനായിട്ട് ഇത് അതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കമ്പനി എന്തെങ്കിലും അതിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടൊരു ഉദ്ദേശമുണ്ട്. പിന്നെ നമ്മൾ ഈ മെറ്റൽ പീസും കൂടെ ഒക്കെ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. അത് അറിയാതാണ് നമ്മളിത് കൊണ്ട് നടക്കുന്നത്. ഇതിൻ്റെ